സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ ചിരിമ സിനിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരുമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടെലിവിഷനിലൂടെ വന്ന് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ കുറച്ച് നല്ല കലാകാരന്മാരാണ് ഇന്ന് നമുക്ക് ഈ വേദിയിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അവർ നമുക്ക് സുപരിചിതർ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ കൂടിയാണ്. സോ അവരുടെ വിശേഷങ്ങളിലേക്ക്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമത്തെ അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സെഡ്ജിയോ? ആണാണോ പെണ്ണാണോ നോക്കി പിടികിട്ടി. എങ്ങനെ മനസ്സിലായി? ആടാ ആടാ ഇവിടെ വെച്ച് നിർത്താം. ഭീമ സിനിമ ചിരിമ. നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ചെയ്യുമായിരുന്നു, വാജ്പേയി ചെയ്യുമായിരുന്നു, സ്റ്റാർസിന് ചെയ്യുമായിരുന്നു അല്ലേ? സ്റ്റാർസ് ആദ്യം ചെയ്യില്ല, മറ്റവരൊക്കെ ചെയ്യണ കാണുമ്പോൾ കൊതി കൊണ്ട് ഒന്നരണ്ടാണ് ചെയ്യുമായിരുന്നു. ജാഫർ ചെയ്യുമായിരുന്നു. ഞാൻ നേരത്തെ പഴയ കുറച്ച് കാണുന്ന മുമ്പ് ഞാൻ കുറേ സ്റ്റാറുകൾ ചെയ്യുമായിരുന്നു. പിന്നെ അത് കുറഞ്ഞിട്ട് പൊക്കം കുറവുള്ളതുകൊണ്ട് ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് സൗണ്ട് ആവുകയും ചെയ്യണം, ഷേപ്പും ശരിയാണ്. എന്നാൽ ഞാൻ പയ്യെ കോമഡി സൈഡിലേക്ക് മാറി. ഇപ്പോൾ ഒരാളുടെ അത് സാറിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മളുടെ എല്ലാമായ NF ചേട്ടൻ്റെ സൗണ്ട്, അത് ഞാനിങ്ങനെ പറയുന്നത്. NF-ന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കേൾക്കാം. നമ്മുടെ ആകാശദൂത് സിനിമയിൽ അദ്ദേഹം കയറി വന്ന ടൈമാണ് വില്ലനായിട്ട്. അപ്പോൾ ഈ മലയാളക്കരയെ മൊത്തം കരയിപ്പിച്ചൊരു സിനിമയാണ്. അപ്പോൾ അയാൾ സ്ത്രീകൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനുള്ള മനസ്സാണ്. അതിനകത്ത് ഈ മാധവിക്ക് ബ്ലഡ് ക്യാൻസർ വന്ന് അവരങ്ങനെ നിൽക്കുന്നു, മുരളി മരിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾ ചട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് സംഭവം. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് അയാൾ വണ്ടി ഇടിപ്പിച്ചിട്ട് ഈ കുട്ടി തെറിച്ച് വീണ് കാലൊക്കെ ഇതായിട്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് ഇതാരാന്നറിയില്ല. അപ്പോൾ മാധവി എന്ന് നോക്കുമ്പോൾ ഇത് കയറി ചെന്നിട്ട് പറയാം, കേശവൻ്റെ വണ്ടി നിൻ്റെ മോൻ്റെ മെത്ത് അറിഞ്ഞു മുട്ടിച്ചതാ, കുട്ടി മരിച്ചില്ല, ആയുസിൻ്റെ ഒരു ബലേ. ടീച്ചറെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലൊരു മോഹം വളർന്നു. ടീച്ചറെ, ഒറ്റ മണിക്കൂർ എൻ്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാൽ മതി, പണമായിട്ടോ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഇപ്പം കാണണം ടീച്ചറെ, ഓക്കെ. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പറയുമെന്നും പറഞ്ഞിട്ട് പിന്നെ നരസിംഹം സിനിമയിൽ നമ്മുടെ കനകയോട് ഡയലോഗ് പറയുന്നുണ്ട്. അന്നേരം ചില സ്വരം വേറെ ആക്കി, അതായത് ഭയങ്കര കട്ടിയാണല്ലോ. എന്ത് കണ്ടിട്ടാടി നിൻ്റെ ഈ നെകളിപ്പ്, ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരിക്കൽ നിൻ്റെ മടിക്കുത്തൊരാണിൻ്റെ കൈ കൊണ്ടഴിയും, അന്ന് നീ വരും ഈ പവിത്രൻ്റെ സമക്ഷത്ത്. അതാണ് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഡയലോഗ് പറഞ്ഞ് ആ ഐറ്റം നിർത്തും. ഇനി പത്രം, അദ്ദേഹം നരസിംഹൻ ലാസ്റ്റ് അഭിനയിച്ചു പത്രം. അടുത്തതിന് തൊട്ട് മുമ്പുള്ള പടത്തിൽ നമ്മുടെ പറയുന്ന നടൻ വിജയകുമാറിനോട് പറയുന്ന ഫസ്റ്റിലെ പടം തുടങ്ങും ഒരു മനോഹരമായ ഡയലോഗ്. അതാണ് സ്റ്റേജിൽ കൂടുതൽ പറയാറ്. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാൻ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമല്ലെറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിന്റെ മമ്മയോട്, ഓക്കെ ബെന്നി, ഓക്കെ, ഒറ്റ ഒഴിക്കല. ഇതാണ് ഇപ്പം അരി മേടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. സാജു, ഞാൻ പറഞ്ഞില്ലേ, ഈ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മൈക്ക് വെച്ചിട്ട് ആദ്യം ഒരു ബലിയാടുണ്ടാവുമല്ലോ, നടന്മാരുടെ സൗണ്ട് എടുക്കും. അതങ്ങനെ ആദ്യം ചെയ്യുന്നത് ഞാനായിരിക്കും. തിക്കൃഷി ആണ് ചെയ്യാറ്. തിക്കൃഷി ചെയ്യാം. അതിന് കൂക്ക് കിട്ടിയാൽ
അന്ന് പരിപാടി വിജയിക്കില്ല. പക്ഷെ അതിന് കൈയടി ഇട്ട് കഴിഞ്ഞാൽ ഫുൾ അതൊരു വിജയമാണ്. ഡോസാ. ടെസ്റ്റായിട്ട് വിടുന്നത്. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ കണ്ണന്റെ മാറിലേക്ക് കട്ടുമിസൈൽ പ്രയോഗിച്ചില്ലേ? ശത്രു മാത്രമാണ് മുന്നിൽ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. പിന്നെ ഈ KTS പടന്നലിനെ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചത് ഞാനാണ്. അത് കണ്ടിട്ട് എന്നെ ആദ്യം കുറ്റം പറഞ്ഞതും KTS പടന്നലിനായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അതുകൊണ്ട് ആരായിരുന്നു സൗണ്ട് ചെയ്തത്? ശരിയായില്ല എന്ന് പറഞ്ഞു. അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് എന്റെ മകൻ പ്രേമേന്ദ്രൻ. ലോകരാർക്കാവിൽ അമ്പിയാടേ സത്യം, എന്റെ മകൻ പ്രേമേന്ദ്രൻ തന്റെ മകളുടെ കൃത്യം താലി കെട്ടും. ഇനി നമുക്ക് വിവാഹമണ്ഡപം എത്തിച്ച് കാണാം. മാർട്ടിൻ ഭായിയുടെ ഒരു അനുഭവം പറയാം. അത് ഞങ്ങളുടെ എല്ലാ വീടുകളിലേക്ക് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ ഇത് കാണും അനുഭവങ്ങളെ. ഇതിലൊക്കെ വീട്ടിൽ ഇച്ചിരി പറ്റിപ്പീരും പൊട്ടിപ്പീരൊക്കെ ആയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കുറവാണല്ലോ. പണ്ടത്തെ ശമ്പളമൊക്കെ കുറേ 250, 200, 150 രൂപയൊക്കെ തുടങ്ങിയല്ലേ. സാറൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 50 രൂപയായിരിക്കും. അല്ല, ഞങ്ങള് 100, പിന്നെ അത് 200 അങ്ങനെയല്ലേ. അപ്പോൾ ആ കാലഘട്ടം വലിയ പുരോഗതിയൊന്നുമില്ല. 250 കലാഭവനത്തിൽ പിരിയുമ്പോൾ 500 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വീട്ടിൽ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ കണ്ടുവച്ചേക്കുമായിരിക്കും. അപ്പം നമ്മൾ കടം അതൊക്കെ അപ്പോൾ ഇങ്ങനെ അലഞ്ഞു കുത്തിയാണല്ലോ. അപ്പോൾ അത് സാമ്പത്തികം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറേ ആവശ്യങ്ങളും എന്തെങ്കിലും ഷർട്ട് മേടിക്കണോ അല്ലെങ്കിൽ അത് അറിയിക്കേണ്ടല്ലോ, എന്തായാലും ഇച്ചിരി ബാലൻസ് ചെയ്യും പൈസ. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു പരിപാടി എന്താണെന്ന് അറിയാം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെല്ലെടുത്തൊരു കലണ്ടർ നോക്കിയിട്ടേക്കുക. ഈ കലണ്ടറിൽ എഴുതിയിടും 26-ാം തീയതി മൂവാറ്റുപുഴ ചർച്ച്, ഒരു ഹൈഫൺ D, വലിയ അക്ഷരത്തിൽ ഇംഗ്ലീഷ് D എന്നിട്ടേക്കും. അപ്പോൾ പിന്നെ ഒരു 3 ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇന്ന സ്ഥലം D, പിന്നെ വേറെ കുറേ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് D, ഇങ്ങനെ D എന്ന് കഴിയുമ്പോഴത്തേന് ഈ മേഴ്സിക്ക് സംശയം. അപ്പോൾ മേഴ്സി ഇങ്ങനെ നോക്കിയിട്ട് ഈ കലണ്ടറിലെല്ലാം D, വേറെ D ഇല്ല, പിന്നെ D, പിന്നെ അടുപ്പിച്ച് 3-4 D. എല്ലാ പ്രോഗ്രാമിന്റെ കൂടെ D ഉണ്ടാവും. ഇല്ല, എല്ലാ പ്രോഗ്രാമിന്റെ കൂടെ ഇല്ല. അതല്ലേ ഒരു 3-4 മാറിയിട്ടേ കൂടുതലുണ്ട്. മേഴ്സി വിചാരിച്ചത് ഈ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇടിയാണോ അങ്ങനെ കിടന്നുകൊണ്ടിരുന്നു. ഇതെന്താന്ന് മേഴ്സിക്ക് ഇങ്ങനെ അറിയാൻ പാടില്ല. അത് ഒത്തു കിട്ടണല്ലോ ആരോടും ചോദിക്കാനായിട്ട്. അങ്ങനെ എന്നിട്ട് പുള്ളി ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി ഒരു ദിവസം പുറത്തു പോയ സമയത്ത് സാജു കുടിയൻ മാർട്ടിൻ ഭായിക്ക് ഒരു കോൾ ചെയ്യാണ്. മാർട്ടിൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെ ഒരു പ്രോഗ്രാം വേണം, അത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ വിളിക്കാം. മേഴ്സിയാ. ഹലോ മേഴ്സി അല്ലേ? ഹലോ, സായി ചേട്ടനാണോ? അതെ അതെ. എന്താ സായി ചേട്ടാ? മാർട്ടി എവിടെ പോയി? ചേട്ടൻ പുറത്തേക്ക് പോയല്ല. പ്രോഗ്രാമിന് പോയതാണാ? അതെ. അതെ, പ്രോഗ്രാമിനല്ല, വേറെ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതാ. എന്താ? അല്ല, ഞാൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. അല്ല ചേട്ടാ, ഞാനേട്ടാ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ മേഴ്സി? ചേട്ടാ, ഈ കലണ്ടറിൽ നിങ്ങൾ ഡേറ്റ് എഴുതിയിടൂലേ? അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഓരോ പരിപാടി എഴുതിയിട്ടിട്ട് അതിനകത്ത് ഒരു വരയിട്ടിട്ട് D എന്ന് എഴുതി വെച്ചേക്കണേ. എന്താണ് D എന്ന് എഴുതി വെച്ചിട്ടുണ്ടാ? D എന്ന് എഴുതി വെക്കുന്നുണ്ട് ചില പരിപാടിക്ക്. ഞാൻ എഴുതിയിട്ടുണ്ടാ? ഉണ്ട്. അത് ഡബിള്. അതാണ്. ഇങ്ങനെ ഡബിൾ കളി ഉണ്ടാവും, 2 കളി ഉണ്ടാവും. ഇപ്പൊ ഒരെണ്ണം 7 മണിക്ക് കളിച്ചിട്ട് പിന്നെ 12 മണിക്ക് വേറെ അമ്പലത്തില് 2 പരിപാടി ഉള്ളതന്നെ D എന്ന് എഴുതി. അതാണ്. ശരി സായി ചേട്ടാ, ചേട്ടൻ വരുമ്പോ പറയാട്ടാ. ശരി. ഓക്കെ, എന്നാ കലിപ്പിച്ചങ്ങ് വെച്ച് പല്ല് കടിച്ച് കലിപ്പിച്ചങ്ങ് വെച്ചിട്ടേ മാർട്ടിൻ ഭായി വല്ലതും നോക്കി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ വരുന്നു. എന്തോ പച്ചക്കറിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ. ശരിയായ എന്താ ഇന്നൊന്നുമില്ല, ഉള്ളതൊക്കെ ഇവിടെ വെക്കും. അതെ, ഇതെന്താ ഈ കലണ്ടറിൽ ഈ ഓരോ പരിപാടിക്ക് D എന്ന് എഴുതി വെച്ചാണ്? എന്താണ് ഇത്? ഓരോ പ്രോഗ്രാമിന് എഴുതി വെച്ചിട്ടില്ല D എന്ന്, ഓരോ ഡേറ്റിൽ എഴുതി വെച്ചിട്ടില്ല. എന്താ അത്? എനിക്കറിയാം, എനിക്ക് നുണ പറയണ്ട, എനിക്കറിയാം. നിന്നോട് ഇത് ആരെ പറഞ്ഞു? എനിക്ക് ഞാൻ എന്നെ സായിച്ചോട്ടൻ വിളിച്ചായിരുന്നു. സായിച്ചോട്ടൻ പറഞ്ഞു ഈ D എന്ന് എഴുതി വെച്ചാൽ ഡബിൾ പ്രോഗ്രാമിനാണ്, 2 പരിപാടി ഉള്ളതിനെ D എന്ന് എഴുതി വെച്ചാൽ എന്നോട് പറഞ്ഞല്ല. ഈ പൈസക്ക് എന്തേ പൈസ ആർക്കൊണ്ട് കൊടുക്കണം? പിന്നെന്താ? എടി, ഞാൻ ഡബിൾ എന്നല്ലാതെ ഉദ്ദേശിക്കണേ. പിന്നെ ഡൗട്ട്, ഈ പരിപാടി നടക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് രക്ഷപ്പെട്ട് പടച്ചവൻ ഇറക്കി കൊടുത്തൊരു ഡയലോഗായി പോയി. ഡബിൾ പ്രോഗ്രാമിൽ അവര് കുശുമ്പുണ്ട് പറഞ്ഞാ എനിക്ക് ഡൗട്ടുണ്ട്, ചിലപ്പോ പരിപാടി ഉണ്ടാവാം, ഇല്ല എന്ന് പറയും. രക്ഷപ്പെട്ട് ഇന്നിപ്പോ ഈ പ്രോഗ്രാം കാണുമ്പോ ഡൗട്ട് മാറും. എല്ലാം അല്ല, അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. പിന്നെ എന്ന് പുറത്ത് പോയിട്ട് പരിപാടിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാലും മേഴ്സിക്ക് മാർട്ടിൻ ഭായിനെ ഡൗട്ടാണ്. അപ്പൊ മൊത്തം ഡേറ്റ് D എഴുതി വെച്ചു. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ
उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते എവിടെന്നാ കാലത്തന്നെ ഈ സാധനം കിട്ടിയത്? ചേട്ടൻ ഇന്നലെ വിളിച്ചിട്ട് എന്റെ അടുത്ത് എന്തോ പറഞ്ഞത്? എടാ ഇന്ന് 1-ാം തീയതിയാണ്, അതുകൊണ്ട് നീ വിവറജി പോയി ഒരു സാധനം മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞാ. ഞാൻ രാവിലെ പോയി ഇന്നലെ രാത്രി പോയി മേടിച്ചു വെച്ചാന്നേ. അതെ, ആ കൊള്ളാം കൊള്ളാം. എന്ത് കൊതുകടൈസ. അയ്യോ ചേട്ടാ, കൊതുകിനെയും തല്ലിക്കൊല്ലില്ലേ? അതാ, കൊതുക് നമ്മുടെ ദേശീയ പക്ഷിയാ. ഇത് ചെവിട്ടി വന്ന് കൂടുന്ന ദേശീയ ഗാനമാണോ? അല്ലല്ല, നീ സാധനം വെച്ച വർത്താനം പറയണ്ട്. ചേട്ടാ പിന്നെ വേറൊരു കാര്യം പറയണ്ട്. എന്താടാ? ചേട്ടൻ ഈ രാത്രി സെക്യൂരിറ്റി പണിക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടിൽ കിടന്ന് ഉറങ്ങിയാ പോരെ? ഞാൻ ശരിക്കും സെക്യൂരിറ്റി അല്ലായിരുന്നു. പിന്നെ എനിക്ക് രാത്രി ഉറക്കൂലടാ. ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. പുള്ളി പറയും ഇതിന് 3 ദിവസം മരുന്ന് കഴിക്കുക എന്നിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 3 ദിവസം ഞാൻ വീണ്ടും ചെന്നു. എന്നിട്ട് ഉറക്കം നിൽക്കണ്ടോ? പുള്ളി അവസാനം പറയും ഇതിന് ആകെ ഒരൊറ്റ മരുന്നുള്ളൂ, സെക്യൂരിറ്റി പണി. അന്ന് പോലെ ആ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഞാൻ. നീ വർത്താനം പറയേണ്ട സാധനം ഒഴിക്കാൻ. എന്ത് കൊതുകാണപ്പത്. ചേട്ടാ പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഈ കാര്യം പറഞ്ഞോണ്ട് നീ കഴിക്കാൻ സമയത്ത് പറയട്ടെ. ഞാൻ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ അടിക്കണത്. അപ്പൊ എന്നെ അനുഗ്രഹിക്കണം. നീ രക്ഷപ്പെടും. എന്റെ കൂടെ കഴിച്ചവരൊക്കെ ഉണ്ടല്ലോ കേരളത്തിലെ നമ്പർ 1 കുടിയന്മാരാ. അടിക്കുമ്പോൾ നമ്മൾ കാലത്തടിക്കണം. കാലത്തടിച്ച് ആ പെരുപ്പ് വൈകുന്നേരം വരെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് അടിക്കുന്നത് ഈ ഒഴിക്ക് സാധനം കുറച്ച് വെള്ളം മതി, ശകലം മതി. കാരണം എന്താണെന്നറിയാം, ഈ രാത്രി ഉറക്കൊളിച്ചിട്ട് പകല് പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പൊ ബാക്കിയിരിക്കണം മൊത്തം ഞാൻ അടിക്കണം. ഈ കഴിച്ചോടാ. അപ്പൊ തുടങ്ങാം. അതെ, തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ അപ്പനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഞാൻ കഴിക്കാറുള്ളൂ. കാരണം അപ്പൻ കുടിച്ചാ മരിച്ച. അപ്പൊ അപ്പന് കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ്റെ അപ്പനല്ലേ, ചേട്ടൻ കൊടു. എൻ്റെ അപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ കാലത്തന്നെ ഒരു മിലിറ്ററി കോട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാലത്ത് തന്നെ അടി തുടങ്ങാൻ പോണ്. അപ്പാ അടിച്ചോട്ടെ അപ്പാ. മോനെ നീ ധൈര്യമായിട്ട് അടിക്കടാ, ഞാനിവിടെ നിൽക്കല്ലേ. ശരിയപ്പാ, അപ്പം പറഞ്ഞ അടിച്ചോളാൻ. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. അയ്യോ അപ്പൻ. മോനെ അപ്പന് പറഞ്ഞു ഒഴിക്കടാ. അപ്പൻ അവിടെ നിൽക്കണില്ല, അപ്പന് കൊടുക്കണ്ടാണ് നീ കുടിക്കണേ. ഞാൻ അപ്പന് പറഞ്ഞു കൊടുക്കട്ടെ. ഇന്നപ്പ എടാ തൊട്ടിയൊക്കെ അച്ചാറൊന്നുമില്ലടാ. തരാപ്പാ. അച്ചാറ എവിടെ ഇരിക്കണം? അതേ ഇരിക്കണം. ഇവിടെ കൊണ്ട് പാത്ത് വെച്ചാടാ. എന്നാപ്പ അച്ചാറ്? അടിപൊളി. എവിടെ നിന്റെ കൂട്ടുകാരൻ കട്ട് കുടിക്കണ്? ചോദിക്കാപ്പാ. കട്ട് കുടിക്കാൻ ഞാൻ കട്ട് കുടിച്ചില്ല, ഞാൻ മേടിച്ചു വെച്ചതാണ്. എന്റെ അപ്പ അവിടെ നിൽക്കല. അപ്പം നുണ പറയണതാണ്. എന്റെ അപ്പം നുണ പറഞ്ഞ അപ്പാ? അവന്റെ അപ്പനാടാ നുണ പറഞ്ഞത്. എന്റെ അപ്പന് പറഞ്ഞോണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ എന്റെ അപ്പന്റെ കൈ തിന്നു പറഞ്ഞപ്പോ നീ പോടാ അവിടെ. കള്ളത്തരം കാണിച്ച് കള്ളു കുടിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ അപ്പ അപ്പൻ ജീവിച്ചിരുന്നപ്പോഴേ എനിക്ക് ഭാര്യയായിരുന്നു. ഇപ്പോഴും എന്നെ വെറുതെ വിടാനുള്ള ഒരു ഉദ്ദേശമില്ല അല്ലേ. ഷോ എന്നാ കൊതുകാടാ ഇവിടൊക്കെ. ഷോ നീ ഈ കോലത്തിൽ എങ്ങനെ വീട്ടിൽ പോവും? ഇവിടെ കിടന്ന കൊതുകിൻ്റെ കടിയും വീട്ടിൽ ചെന്ന പെണ്ണുമ്മയുടെ അടി. ശേടാ. എന്തായാലും ഇവിടെ തന്നെ കൂടിയേക്കാം. ഷോ എന്നാടാ ഇതൊക്കെ. ആഹാ കിട്ടിയതായി നമ്മുടെ. ആഹാ നല്ല സാധനമുള്ളൂ. അമ്മയും തുള്ളി ഇരിക്കട്ടെ. അയ്യോ ഹായ്. പരിപ്പ് വട പക്കുവട, പരിപ്പ് വട പക്കുവട. പുട്ട കഴുകി കൊടുക്കാം. കൃഷ്ണ ഇന്ന് പറ്റുകാരും പറയല്ലേ? അല്ല പറ്റുകാര് രണ്ടും കണക്കാ. അയ്യോ ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പം ഞാൻ ഓടി ഇങ്ങടാ വന്നത്. എന്നെ ഇരുട്ടത്താക്കിയിട്ട് വെളിച്ചത്തിരുന്ന് ചിരിക്കുകയാണല്ലേ. എനിക്ക് കാണണ്ടേ മുഖം? കാണണ്ട. വയ്ക്കാം. നവ്യ നായരെ എനിക്കൊരു ചായ തരാൻ പൃഥ്വിരാജേ. വിത്തൗട്ട് വേണോ അതോ മധുരം ഇടാതെ വേണോ? ലൈറ്റ് ചായ മതി. നിങ്ങളെന്താ മനുഷ്യൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചായ അടിക്കുന്നത്? പിന്നെ ഇതിങ്ങനെ ചായ അടിച്ചാൽ പോരാ,
ഇപ്പൊ ഒന്ന് മൊബൈലൊക്കെ തുറന്നു നോക്കി. ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പൊ ചായ അടിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അടിക്കാൻ നിർത്താറായില്ലേടോ? അങ്ങനെയാണോ? ആ, ഓ അത് ശരി. എനിക്കൊരു ചായ അങ്ങനെ മതി. മൊബൈലിൽ കാണുന്ന പോലെ വേണം. അങ്ങനെ വേണം. ഇങ്ങനെയാണോ നോക്കണേ? എങ്ങനെയാ? ആ, അങ്ങനെയല്ലാതെ കാലത്തെ തന്നെ പണിക്ക് പോകാനുള്ള കോലം കളഞ്ഞല്ല. എന്താണ് ഈ കളിക്കുന്നത്? എനിക്കൊരു സാധാ ചായ മതി. അങ്ങനെ ചോദിക്കും കേട്ടോ. ഇനി മേല മൊബൈൽ വന്നും പറഞ്ഞുകൊണ്ട് കയറി വരില്ല. എന്റെ വേട്ട ഇത് എന്തായി കാണുന്നത്? വട വെന്തിട്ടില്ലല്ലോ. ഇത് വട വെന്തിട്ടില്ലല്ലോ. അല്ല, വെളുപ്പിലിരുന്ന് ഉണ്ടാക്കുന്നതല്ലേ, ചിലപ്പോ വെന്തില്ലെന്ന് വരും. വെന്തെന്ന് പറഞ്ഞ് നീ അങ്ങ് തിന്നു. ഇവിടെ ഈ കടയിൽ ഇന്ന വരെ ഇത്ര നാളായിട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു തവണ മാത്രമേ വെന്ത സാധനം ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആണോ? അതെന്നാ? ഈ കട 2 മാസം മുമ്പ് കത്തി കരിഞ്ഞില്ലേ, തീ പിടിച്ചില്ലേ, അന്ന് മാത്രമേ മര്യാദക്ക് വെന്ത സാധനം കിട്ടിയിട്ടുള്ളൂ. അതെ, എല്ലാരും പറഞ്ഞോട്ടെ അന്നാ വെന്ത സാധനം കിട്ടിയെന്ന്. ചായയോട് പിന്നെ ഇതെന്താ ഈ കൊലയൊക്കെ മേടിച്ച് പുറത്ത് കെട്ടി വെച്ചേക്കുന്നത്? ഇതെങ്ങനെ അകത്തെങ്ങനെ കെട്ടി വെച്ചൂടെ? നാട്ടുകാരെടുത്തോണ്ട് പോയ പിന്നെ അവസാനം ദേ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആരോ ഒന്ന് ഓടി വന്നേ. ഇത് കൊലയല്ല, പക്ഷെ കൊലയാ. കൊലയല്ല, പക്ഷേ കൊലയാ. അതെ, നോക്കിയേ, ഇതേ ഒരു കാലം കാണുന്നു. ഇതൊരു കൊലയാ. നാട്ടുകാരെ വിളിക്കാം. സുബീഷേ, എബ്രാമേ, ഓടി വാടാ. എടാ ഓടി വാ. മെമ്പറെ വിളിക്കാം നമുക്ക്. മെമ്പറെ വിളിക്കാം. ഞാൻ വിളിക്കാം. മെമ്പറെ വിളിക്കാം. ആ സൂണൻ മെമ്പറെ, വേഗം വാ. നമ്മുടെ ചെല്ലപ്പച്ചന്റെ ചായക്കട എടുത്ത് ഒരാളെ തല്ലിക്കൊന്ന് ചാക്കി കെട്ടിയിട്ടേക്കുന്നു. വേഗം വാ. ആ, വേഗം വാ. പിടുത്തോണ്ടോ? ഒരു അഴിവില്ല. മെമ്പർ വരട്ടെ. എന്താണ് ഇത്? അറിയത്തില്ല. ഇതാരാ? നിങ്ങൾക്ക് ചോദിക്കാൻ എത്ര നേരം കണ്ടോണ്ടിരിക്കല്ലോ. ഇത് ആണാണോ പെണ്ണാണോ? അതറിയത്തില്ല. തപ്പി നോക്കാം. മെമ്പറെ ചത്തിട്ടില്ല. നീയൊക്കെ എന്തിനാ ഓടുന്നത്? പിന്നെ ഇതെന്താ റിംഗ് ടോണല്ലേ? ഹലോ, ഞാൻ പിന്നെ വിളിക്കാം, തിരക്കില്ല. മെമ്പർ കഥ പറഞ്ഞു അതൊന്ന് നോക്കി. ആണാണോ പെണ്ണാണോ നോക്കി. പിടികിട്ടി. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ലാമ്പ് കണ്ടില്ലേ? മെമ്പർ എന്നാ ഒന്നും കൂടെ തപ്പി നോക്കി. പല സിഗരറ്റോ പിടികിട്ടാണെങ്കിൽ തണുപ്പത്ത് വലിക്കായിരുന്നു. ഒന്നാമത് ഞാൻ അവിടെ വലിച്ചു കത്തിയിരിക്കുക. അപ്പോഴാ തമാശ. ഇതാരെ ഇവിടെ കൊണ്ട് ഇഷ്ടത്തിന് പിടുത്തം? ഏതായാലും ആര് കൊണ്ടിട്ടാലും മെമ്പർ കുടുങ്ങും. അതെന്താ? മെമ്പറല്ലേ കൈയിട്ടെ? ഞാൻ നിങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോഴല്ലേ കൈയിട്ട്. അപ്പൊ മെമ്പറിന്റെ വിരലടയാണ് അതിന്റെ അകത്തുണ്ടോ? പോലീസ് നായ വന്ന മെമ്പറുടെ കൈപ്പാടാനത്തുള്ളത്. പോലീസ് നായ വന്ന എന്നെന്തിനാ പിടിക്കുന്നത്? മെമ്പറെ കണ്ട പിന്നെ ഏത് നായക്കൊന്ന് പിടിക്കാൻ തോന്നും. എന്ത് പറ്റി? ഇന്നലെ രാത്രിയില്ലേ ഈ കാലമാടനുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. എന്നും വഴക്കാ. ശ്രീധരൻ കൊടുത്തില്ലെന്നും പറഞ്ഞു. ഇന്നലെ രാത്രി പറഞ്ഞു ശ്രീധരൻ തന്നെ തല്ലിക്കൊന്ന് ചാക്കിലാക്കുമെന്ന്. പക്ഷെ പറഞ്ഞ പോലെ എന്നെ കാണുന്ന പോലെ കാണുന്ന പോലെ ഒന്നുമല്ല. ഞാൻ വേണ്ടി മേടിച്ചു പറയാ. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ അവനല്ലായിരിക്കും. ഉരുണ്ട് പറഞ്ഞ അയാളുടെ ദേഹത്ത് വീണതായിരിക്കും. അപ്പൊ ചത്ത് അവൻ തന്നെയാ. പോട്ടെ മോളെ, കേട്ടോ, പോട്ടെ. എന്നെ ആശ്വസിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? ആശ്വസിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കയ്യെത്തണ്ടേ. പോട്ടെ കേട്ടോ. പരിഹാരം ഉണ്ടാക്കാം. നമ്പറല്ലേ പറയുന്നത്. ഞാൻ ഉണ്ട്. പോട്ടെ. ഇതെന്താ പ്രശ്നം? എന്താ? അത് പ്രശ്നങ്ങളൊന്നുമില്ല. നീ എന്താ താമസം? ഞാൻ അത്താനായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു. എടാ, നമ്മുടെ ഒരു പ്രവർത്തകനെ, എന്താ ഇയാടെ പേര്? എന്താ മോളെ പേര്? രാമകൃഷ്ണപിള്ള എന്ന നമ്മുടെ ആദ്യകാല പ്രവർത്തകനെ KKPയുടെ വിരോധമുള്ള ആളുകൾ തെരഞ്ഞു പിടിച്ച് അക്രമാസക്തമായി തല്ലിക്കൊന്ന് ജാക്കിന്റെ അകത്ത് കെട്ടി തൂക്കി. മെമ്പറെ,
ഇത് നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. ഇത് നമുക്ക് വലുതാക്കണം. ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഇത് മുതൽ 24 മണിക്കൂർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കടകമ്പോൾ അടിച്ചു കൊടുക്കൂ, ആഘോഷിക്കൂ. ഹർത്താൽ അടച്ചുപൂട്ടുക, ഹർത്താൽ വിജയിപ്പിക്കുക. പോട്ടെ, ഹർത്താലുണ്ട്, സാരമില്ല, പോട്ടെ. ഹലോ 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 കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? നിങ്ങളോടല്ല പറഞ്ഞത്, ചാനലിൽ വാർത്ത വായിക്കുന്നതാണോടാ പറഞ്ഞത്. അയാൾക്കെന്നെ ചെവി കേൾക്കില്ല, പൊട്ടനാണോ? ഇപ്പോൾ നിജേഷ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കടുത്തുരുത്തി പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. ഇവിടെ ഒരുപറ്റം പേർ ചേർന്ന് ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒരാളെ തല്ലിക്കൊന്ന് ചാക്കിനകത്ത് വെച്ചിരിക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ 2 ക്ലോസ് ഫോട്ടോ എടുത്തോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയ മറ്റൊരു വാർത്ത, ഇത് നമ്മുടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ ചേർന്ന് തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി എന്നുള്ള ദൃശ്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് നമുക്ക് വാർഡ് മെമ്പറോട് തന്നെ ചോദിക്കാം. മെമ്പറെ, ഇതിനു മുമ്പ് ആരെങ്കിലും തല്ലിക്കുന്ന് ഇതുപോലെ ചാക്കിനകത്താക്കിയിട്ടുണ്ടോ? 30 വർഷത്തെ പ്രഗത്ഭമായ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ തല്ലിക്കുന്ന് ചാക്കിനകത്താക്കി. ഇപ്പോൾ കിട്ടിയ വാർത്ത എക്സ്ക്ലൂസീവാണ്. മെമ്പർ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഈ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കിയെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. എന്റെ 30 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരാളെ തല്ലിക്കൊന്ന നിലയിൽ ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നൊന്ന് മെമ്പർക്ക് വല്ല ഉദ്ദേശമുണ്ടോ? സംശയം എന്താണ്? KKP-യുടെ ആൾക്കാര്, KKP-യുടെ പ്രവർത്തകനാണ് ഇവൻ അടക്കമുള്ള സാധാരണ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തല്ലിക്കൊന്ന് ചാക്കിനകത്ത് കയറ്റുകയാണ്. അതുകൊണ്ട് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇതൊരു നിസ്സാര പ്രശ്നമല്ല, സംസ്ഥാന വ്യാപകമായി. പേടിക്കണ്ട, കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ പെടലേക്ക് ഞാൻ ആക്കി തരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പറയുന്നതിന് വേണ്ടി ഈ ദൃശ്യം തത്സമയം ദർശിച്ച ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ട്. നമസ്കാരം ചേട്ടാ. ഇവിടെ ചായക്കട നടത്തുന്ന ആളാണല്ലേ? ഓക്കെ ചേട്ടാ, ഇത് മൊത്തത്തിൽ കൂടെ തിന്നാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, എങ്ങനെയായിരുന്നു ഈ സംഭവം ആദ്യമായി കണ്ടത്? എങ്ങനെയായിരുന്നു? അതായത് കട തുറക്കാൻ വന്നപ്പം ഇങ്ങനെ ഒരു ചാക്കിലിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് കൊലയായിരിക്കുന്നു, പക്ഷെ ഇതൊരു കൊലപാതകമായിരുന്നു. അങ്ങനെ മനസ്സിലായി ഇതൊരു കൊലയാണ്. ഇത് ഈ മരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ ചേട്ടന്? അങ്ങനെ അത് കാണാതെ പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് സാധാരണ ഇപ്പൊ ഒരുപാട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ട് വല്ലതും ആണോ? എനിക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഫേസ്ബുക്ക് ഇല്ല, പറ്റുബുക്ക് ഉണ്ട്. ചിലപ്പോ അങ്ങനെയുള്ള ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്ത എന്താന്ന് വെച്ചാൽ, പറ്റുകാശ് കൊടുക്കാത്തതിന്റെ പേരിൽ പഴയ ആഹാരങ്ങൾ ചായക്കടയിൽ കൊടുത്ത് കൊന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, ഇദ്ദേഹം തന്നെയാണ് ഈ കൊല ചെയ്തതെന്നുള്ള കാര്യം. അപ്പൊ നീ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്നത് ഇത് എന്റെ തല വെക്കാനാണോ? തല്ലിയോടിക്കും ഞങ്ങടോ മോളെ. ഇത്ര അടുത്തിരിക്കുന്നോണ്ട് ചോദിക്കാണ്, ആരാണ് ഈ കൊല നടത്തിയെന്ന് വല്ല പിടിയുണ്ടോ? ഏത് കാലമാണ്? ഞാനല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ഞാനല്ല. പഴം തിന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ സന്തോഷത്തോടെ. ആണല്ലേ? ഈ കാലമാടൻ ആരാണെന്ന്? ഭർത്താവാണല്ലേ? എന്തായിരുന്നു കാരണം? എന്തായിരുന്നു? എല്ലാ ദിവസവും വഴക്കാ സാറേ, എല്ലാ ദിവസവും വഴക്കാ. രാവിലെ തുടങ്ങും, രാത്രി വരെ ഇടിയും പരവാസൂല വഴക്കാണെന്നേ. ഒരു സമയം കിട്ടിയപ്പോ കണ്ടോ ചാരി നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടിച്ച് അടി മൂത്തപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞ് തല്ലിക്കൊന്ന് ചാക്കിലാക്കുന്നു. പക്ഷെ 2-3 വർഷമായിട്ട് എന്റെ കൂടെ ജീവിച്ചിട്ട് പറഞ്ഞ വാക്ക് ഇതുവരെ പാലിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പാലിച്ച്. എനിക്ക് അറിയത്ത പോലും ഇല്ല. പേടിക്കണ്ട, കറങ്ങി തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ പെടലേക്ക് തന്നെ ആക്കി തരാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യത്തിനും എല്ലാം ഉപരിയായി അമ്മായച്ചനോടുള്ള പൂർവ്വ വൈരാഗ്യവും സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളെ പീഡിപ്പിക്കുകയും സ്വന്തം അമ്മായച്ചനെ തല്ലിക്കൊന്ന് ചാക്കിനകത്ത് എന്നുള്ള ദൃശ്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ക്യാമറമാൻ വിക്രമനോടൊപ്പം മുത്തു. വലിയ കാര്യമാണോ? കഷ്ടമാണോ? നീ എന്നെ ഇവിടെ നിന്ന് പറയുന്നു? അയ്യോ, എന്നെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നു. എന്നെ തയ്പ്പിക്കല്ലേ, എന്റെ ദേഹം കൊള്ളുവേ. ആരാണ് എന്നെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി? അതെ മോളെ,
എടാ ദുഷ്ട, നീ ഇന്നലെ എന്നെ തല്ലിക്കൊന്ന് ജാഗ്രതാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ. എന്റെ ദൈവമേ, എന്നെ കുറിച്ചിടല്ലേ, എനിക്ക് ശ്വാസം മുട്ടുവേ. ഞാനിനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ചേട്ടാ? എന്നെ തല്ലിക്കൊന്ന് ജാഗ്രതാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? മോളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരാ? എന്റെ മോളാ. ഇതാരാ? എന്റെ അച്ഛൻ. അപ്പൊ ഇതാരാന്ന്? ഇത് എന്റെ അച്ഛൻ. കുഴപ്പമായി പോയല്ലോ. മോളെ സത്യം പറ, നിനക്ക് എത്ര അച്ഛന്മാരുണ്ട്? എനിക്ക് ഒരച്ഛൻ, എനിക്കൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാരാ? അപ്പൊ ഞാൻ ചത്തില്ല. അയ്യോ, അച്ഛൻ ചത്തില്ലേ? അപ്പൊ ഇതാരാണ്? ശ്ശോ, ഞാൻ വെറുതെ എന്റെ മോനെ തെറ്റിദ്ധരിച്ച്. എടാ മോനെ, എടാ മരുമോനെ, എടാ അച്ഛൻ ചത്തില്ലടാ. ഞാനാ കൊന്നേ. ഞാൻ ചത്തില്ലടാ. എന്നാലും ഞാനാ കൊന്നേ. എടാ, ഞാൻ ചത്തില്ല, നീ വന്നേ. ഞാനാ കൊന്നേ. അതെ, അവന് വട്ട ഇടയ്ക്ക്. സ്റ്റേഷനിലേക്ക് വിളിച്ചാരാ? ഞാനാ വിളിച്ചത്. സാറേ എസ് ഐ ഇല്ലേ? എസ് ഐ വന്നിട്ടില്ല. എസ് ഐയുടെ മോടെ കല്യാണമായിരുന്നു. ഷോ, അത് ഇന്നായിരുന്നു. ആ, പോകാൻ പറ്റിയില്ല. എന്താ പോകാഞ്ഞത്? വിളിച്ചില്ല, അങ്ങോട്ട് പോയി. ആ, അപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ടാകുമ്പോഴാണല്ലേ? അതെ അതെ. ആ, അല്ല, ഇവിടെ ഇപ്പൊ എനിക്ക് എസ് ഐ വരുന്നവരെ ഈ ബോഡിക്ക് എന്തായാലും എനിക്ക് ഇവിടെ കാവല് നിൽക്കേണ്ട കാര്യം. നിക്കണം, അതിനെല്ലാം വിളിച്ചു വരുത്തിയത്. അല്ല സാറേ, സാറിന് ഈ ബോഡിക്ക് കാവല് നിൽക്കാൻ പേടിയൊന്നുമില്ലേ? ഇവിടെ ഞാൻ എന്തിനാണ് ശവത്തെ പേടിക്കുന്നത്? 10-25 വർഷമായിട്ട് ഞാനൊരു ശവത്തിന്റെ കൂടെ ജീവിച്ചോണ്ടിരിക്കുക. അതിലീ വലുതല്ലല്ലോ ഈ ശവം. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ പണ്ട് കാഞ്ഞങ്ങാടായിരുന്നപ്പോഴത്തേക്കും മെമ്പർ കേൾക്കുന്നില്ലേ? മെമ്പർ കേൾക്കുന്നില്ലെന്ന്? കാഞ്ഞങ്ങാടല്ലേ? അത് ഞാൻ കുറെ കേട്ടാ. സ്ഥലവേലും മാറ്റിപ്പിടി. പണ്ട് ഞാൻ കാഞ്ഞങ്ങാടായിരുന്നപ്പോഴത്തേക്കും അവിടെ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ഇങ്ങനെ ചത്ത് കിടക്കുക. കരിഞ്ഞ് ആകെ ഇതായിട്ട് ട്രെയിൻ കയറി കിടന്നപ്പോഴത്തേക്കും ഏകദേശം ഈ രൂപം പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് എസ് ഐ പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി നിൽക്കാൻ ഒരാളെ വേണം. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് ഞാനാണല്ലോ. അപ്പൊ നീ തന്നെ പോയി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവിടെ പോയി നൈറ്റ് ഡ്യൂട്ടി നിന്നത്. എനിക്ക് പേടിയില്ലായിരുന്നു. അപ്പൊ സാറിന് ഒരു പേടിയില്ല? ഞാൻ എന്തിനാണോ പേടിക്കണത്? ഞാൻ അവിടെ ചെന്നാ ശവത്തിന്റെ മോന്ത കണ്ടറിഞ്ഞ ബോധം കേട്ടോ അതിന്റെ മേത്തോട്ട് വീട്. പിന്നെ രാവിലെ വന്ന പോലീസുകാരാണ് എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടത്. എന്തിനു പേടിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാര്യമില്ല. പിന്നെ എന്തായാലും ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് നായ വരുന്ന കാര്യം നടക്കുന്ന തോന്നില്ല. സാർ ഇത് മണപ്പിക്കണ്ടേ? പട്ടി വരത്തില്ല. ഞാൻ വിളിച്ചപ്പോ പ്രത്യേകിച്ച് പറഞ്ഞില്ല പട്ടി വരണമെന്ന്. പട്ടി വരത്തില്ലെന്നേ. പട്ടിക്ക് ഭയങ്കര ജലദോഷം, മൂക്കടഞ്ഞിരിക്കും, അതുകൊണ്ട് മണക്കാൻ പറ്റത്തില്ലെന്ന്. എസ് ഐ വരൂ. അവനാണ് വന്നത്. ഇവരിങ്ങനെ ചാടിത്തുള്ളി പോയ ഭൂമി കുലുക്കത്തി വായിക്കൊണ്ടോടെ ചാവുമല്ലോ. ഒന്നെന്ന് പറഞ്ഞിട്ട് അവന് വെറുതെ വിടുവാണ്. അവനല്ലേ കൊന്നത്. അതെ, അവനെ നേരത്തെ മുതൽ ലൂസാ. ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രാന്ത് കൂടിയിരിക്കുക. അവനാ കൊന്നു പറഞ്ഞ് തന്നെ നടക്കുക. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പൊ അങ്ങനെയായിരുന്നല്ലേ. പിന്നെ ഇങ്ങനെ വന്നൊരു കാര്യം കേട്ടോ, ബാത്റൂമാണോ? ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ അടുത്ത ആഴ്ച കിട്ടും. ഇത് മെമ്പർ അതല്ലെന്ന്. എനിക്കിപ്പോ പോകാനാണ്. ബാത്റൂം എവിടെയാന്ന് അത് മെമ്പറിനോട് പറഞ്ഞാൽ നമുക്കൊന്ന് ബോഡി എടുത്ത് മറക്കി പോ. എല്ലാരും പോ. ബാത്റൂം പിന്നെ അത് ഞാൻ ശരിയാക്കി തരാം. മെമ്പറോട് പറ, നടക്കാത്ത കാര്യം. പറയണ്ടെന്നേ. ആകെ പ്രശ്നമായി പോയി. ഇതാരെ ചാക്കിന്നെടുത്ത് വെളിയിട്ടത്? അല്ല, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് തല്ലിക്കൊന്നല്ല, ആരാണ്ട് കത്തിച്ചു വന്നേ, മൊത്തം കരിഞ്ഞു കിടക്കുന്നു. ചായക്കടക്കാരനാണ്, വിളിച്ചു നോക്ക്. ചായക്കടക്കാരനാണല്ലോ. ചേട്ടാ ഇവിടെ കിടന്ന ശവോദ്യേ, ഇവിടെ കിടന്ന ശവോദ്യേ. 16 കൈ 8 കാല് ആ വളവ് തിരിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോയി. എടോ, താനിത് എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ കിടന്ന ശവം നിങ്ങളായിരുന്നോ? ഇവിടെ കിടന്ന ശവം എന്തേ? എന്റെ പോലെ ശവം അല്ലായിരുന്നു. നമ്മുടെ സെക്യൂരിറ്റി മാധവനില്ലേ, അവനായിരുന്നു. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വെള്ളം അടിച്ച് അതിന്റെ അകത്ത് കയറിയിരുന്നാ. കണ്ടറിയോ? ഞാനപ്പോ മൊത്തത്തിൽ പെട്ടല്ല. ശവമുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എസ് ഐയുടെ മോലെ കല്യാണത്തിന് പന്തലിൽ നിൽക്കുമായിരുന്നു. ഇപ്പൊ എസ് ഐയും കൂട്ടരും ഇങ്ങോട്ട് വരത്തില്ലേ? ഞാനെന്ത് ചെയ്യും? ചേട്ടൻ ഇങ്ങോട്ടൊന്നൊരു കാര്യം പറയട്ടെ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എസ് ഐ വന്നവരെ ചാക്കിനകത്ത് കയറി കിടക്കാം. അതുവരെ സാറ് ചായ അടിക്കും.
ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ആ പോയതിന് വട്ടാണല്ല, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അവനെ ചാക്കിനകത്തൊന്ന് കയറി കിടക്കാവ. എസ് ഐ വന്നവരെ മതി. അതൊന്ന് ചാക്കിക്കൊള്ളുന്ന സാധനമല്ല, വല്ല ടാർപോളിയും വേണോന്നേ. എടോ താനല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഈ എസ് ഐ വരാൻ നേരത്ത് ഞാൻ എന്ത് പറയും? ഒരു 5 മിനിറ്റത്തേക്ക് തനിക്ക് കയറി കിടക്കാൻ പറ്റുമോ അതിനകത്ത്? അതിലും വലുത് ഞാൻ പിടിച്ചോണ്ടിരിക്കുക ഇവിടെ വിഷമിച്ച്. എസ് ഐ വന്നു കഴിഞ്ഞാൽ എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യം ഉറപ്പായി. സാറേ, എന്റെ തൊപ്പിയല്ലേ തെറിക്കത്തുള്ളൂ, എന്റെ പാർട്ടി സ്ഥാനവും തെറിച്ച് ഇനി എന്തൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം. മെമ്പറേ, അതെ എനിക്കുള്ള വരുന്നുണ്ട് കേട്ടോ. മെമ്പറേ, ഹർത്താൽ വിജയിച്ചു, ഹർത്താൽ വിജയിച്ചു. ഒരു 10 കട അടിച്ച് തകർത്തു, 2 വീട് കത്തിച്ചിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി മന്ത്രിയുടെ കാറ് വരുന്നുണ്ട്, അതിനിട്ട് കല്ല് പറഞ്ഞു. ഹർത്താൽ നല്ലതായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാവോ? എന്റെ തല്ലിക്കൊന്ന് ചാക്കിന്റെ അകത്ത് കയറ്റണ. നാളത്തെ ഹർത്താലിന് ഒരു കാരണം വേണ്ടേ? ഞാനാ കൊന്ന്. ജാഫർ പാട്ട് പാടും അല്ലേ? പാട്ട് പാടുന്നതിനെ കുറിച്ച് ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് പണ്ട് ഞങ്ങൾ യൂണിവേഴ്സിൽ കൊണ്ട് എൻ്റെ നന്ദു പൊതുവാളിൻ്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് സാലിയാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിനകത്ത് റോജി എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ പാടിക്കൊണ്ട് മിമിസ് ഗാനമേളയാണ്. അപ്പോൾ ഈ കാനാടി പടത്തിൽ പരിപാടി അന്ന് റോജി വന്നിട്ടില്ല, ഒറ്റ പാട്ടുകാരനുള്ളൂ, പുള്ളിയില്ല, ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, തൊണ്ടകൊണ്ട്. അപ്പോൾ അന്ന് നന്ദു പൊതുവാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചടക്കുകയാണ്, ഒരു പാട്ടുകാരൻ തപ്പണം. അപ്പം ഞങ്ങൾ പാട്ടുകാരനില്ലാതെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരമാര അമ്പലത്തിന് മുമ്പിൽ ഒന്ന് വണ്ടി നിൽക്കുന്നു. അപ്പോൾ നന്ദു പറഞ്ഞു വണ്ടി നിർത്തി. നോക്കിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് ഒരു സാധനം കലാഭവനിലേക്ക് കടന്നു പോകാനായിട്ട് ഈ പരവാരമ്പലത്തിൻ്റെ അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പോൾ ആരാ പറഞ്ഞു ഇതേ ജാഫർ വെക്കുന്നത്? അപ്പോൾ ആരാണ് പറഞ്ഞു ജാഫർ പാടുമോ? പിന്നെ ജാഫർ പാടും. ഇത് പറഞ്ഞതേ കേട്ടോളൂ. ജാഫറിനെ ആരോ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചിട്ട് നേരെ വണ്ടിയും കൊണ്ട് കാനാടി പടത്തിലേക്ക് പോവാം. അപ്പോൾ ചോദിച്ചു ഏത് പാട്ട് പാടും? അപ്പോൾ പറഞ്ഞു ഞാൻ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പാടിക്കോളാം. അപ്പോൾ അന്ന് സൗണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് സന്തോഷ് കുറുമശ്ശേരി സന്തോഷ്. പിന്നെ രാജീവ് ചെറായിയാണ് ഋതം. പിന്നെ ജോർജ്, നമ്മുടെ ജോർജ് ഏട്ടൻ തബല. അങ്ങനെ അവിടെ ചെന്ന് പരിപാടിക്ക് ചെന്ന് അപ്പോൾ ഈ സാധനം മുണ്ട കൊടുത്തുകൊണ്ട് സ്റ്റേജിൽ ആദ്യമായി പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് തുടങ്ങുന്ന ഒരു ഭക്തിഗാനത്തോടു കൂടി പരിപാടി ആരംഭിക്കുന്നു. ഗാനം ആലപിക്കുന്നത് ജാഫർ ഇടുക്കി. അന്ന് ഇടുക്കിയില്ല, ഇടുക്കിയൊക്കെ കുറവാ. ജാഫർ ഞാൻ സെൻറ്ററിൽ ഇരിക്കുന്നു, അവിടെ മ്യൂസിക് വായിക്കുന്നു, ഇവിടെ മ്യൂസിക് വായിക്കാൻ 3 മൈക്ക്, എൻ്റെ വയർ മൈക്കും പറഞ്ഞു. അതിനെ അവിടെ നിന്ന് മ്യൂസിക് കയറ്റിയിട്ടു. സന്തോഷേട്ടൻ വായിച്ചപ്പോൾ ഈ പിച്ച് കയറിപ്പോയി. ഈ പിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അന്നേരം പറഞ്ഞാൽ മതി, അയ്യോ ഇത് പിച്ച് കൂടുതലാണ്, അത് മാറ്റാൻ പറഞ്ഞാൽ മതി. ഞാൻ അതിനെ പിടിച്ചു, ആ പിച്ചിനെ പുറകാണെന്ന് പിടിച്ചിട്ട് ആ പാട്ടം കൂടെ പോയിട്ടുണ്ടല്ലോ, മൂക്കുവിളി കൂടാതെ. അതായത് ഭയങ്കര ഇരുമുടിതാന്നിട്ട് ചെതറിപ്പോയി. ഈ ചെതറി അങ്ങോട്ട് പോവും. ഈ അപ്പുറത്തെന്ന് വെച്ചാൽ 2 പേരും ഓടിക്കളഞ്ഞ് ചിരിച്ചുകൊണ്ട് അത് ഭയങ്കര ഹൈപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് വല്ലാത്ത മോശം അഭിപ്രായമായി പോയി. ഒറ്റ പാട്ടിലെ ആ നല്ല ഷോ ആയിരുന്നു. ആ പോയി പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് തുടങ്ങുമ്പോൾ തബല തുടങ്ങണമല്ലോ. പുള്ളി അറിയുന്നില്ല ആൾക്കാർ പോയത്. പുള്ളി വരുന്നുണ്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഹൃദം വരുന്നില്ല. ഇപ്പം ആരുമില്ല, ഓരോരുത്തരോരുത്തർ ചിരിച്ചോണ്ട് ഓടി. അങ്ങനെ ആ ഷോ വല്ലാത്ത ഇത് പറ്റി. അന്ന് ചുമ്മാ തമാശക്കാണെങ്കിലും പലരും ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ ജാഫറിനെ വിളിച്ച് പാടാൻ അറിയാമെങ്കിലും വിളിക്കേണ്ട ആവശ്യമുള്ളൂ, അവന് പെട്ടെന്ന് ആരാ വണ്ടിയായിരുന്നു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നന്ദോച്ചേട്ടാ പാടാ ഇടയ്ക്ക് വെച്ച് പാടണ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സോൾവ് ആയിപ്പോയി. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഈ പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ പലരും പാടുന്ന നെല്ലുമറ്റ നാസർക്കായൊക്കെ പാടിയും പിന്നെ ജയിഞ്ചുലോസിലെ ചാക്കോച്ചേട്ടനൊക്കെ പാടി കേട്ടിരുന്നത്. അത് അവിടെ നിന്ന് അങ്ങ് തുടങ്ങി. ആ പാട്ട് ഇപ്പോൾ ഏതാണ്ടൊരു 10-15 കൊല്ലമായിട്ട് പാടുന്നു. ഞാൻ ചെറിയ ഒരു സ്ഥലം, ഒരു കുഞ്ഞ് 2-3 സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച കൂട്ടത്തിൽ ഒരു ഭാഗം ഈ പാട്ട് കൊണ്ടുണ്ടാക്കി പൈസ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് ഒറിജിനൽ പാടിയിരിക്കുന്നത് വീരമണി സാറാണ്. അത് സി ഷാർപ്പ് പാട്ടൊക്കെ എന്നൊക്കെയാണ് കീബോർഡിസ്റ്റുകളൊക്കെ പറയും. ലിജോ ഒക്കെ അങ്ങനെ പറയും, സി ഷാർപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പാടണമെങ്കിൽ 2 കോറസിൻ്റെ സംഭവമുണ്ട്. ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരു നിനവേ വന്തോ ഇരുവിனை തീർക്കും യമനയും വെല്ലും തിരുവടിயை കാണ വന്തോ.
പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂരദീപം സ്വാമിക്ക് അയ്യപ്പന്മാർകളും കൂടിക്കൊണ്ട് അയ്യന നാടിൽ സെന്റിടുവാൻ ശബരിമലയ്ക്ക് സെന്റിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ கார்த்திகை மாதம் மாலையணிந்து நேர்த்தியாகவே விருதமிருந்து பார்த்த சாரதியில் மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து பார்த்த சாரதியில் மைந்தனே உன்னை பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எருமேலில் வந்து ஒரு மனதாகி பேட்டை துள்ளி அருமை நண்பனாம் பாவர தொழுது ஐயனை நறுமலை ஏறிடுவான் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே அழுதையேற்றம் ஏறும் போது அரிகடன் மகனை ஸ்துதிச்சு சொல்வார் வழிகாட்டிடவை வந்திடுவான் ஐயன் வன்புலி ஏறி வந்திடுவான் கரிமலையேற்றம் கடினம் கடினம் கருணை கடலும் துணை வருவான் கரிமலை இறக்கம் வந்தவுடனே பெருநதி பம்பையை கண்டிடுவான் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே கங்கை நதி போல் புண்ணிய நதியாம் பம்பையில் நீராடி சங்கரன் மகனை கும்பிடுவோர் சங்கடமென்றில் ஏறிடுவோர் நீலிமலை ஏற்றம் சிவபாலனமேற்றிடுவான் காலமெல்லாம் நமக்கே அருள்காவலனாயிருப்பார் தேகபலம் தா பாதபலம் தா தேகபலம் தா பாதபலம் தா தேகபலம் தால் என்றால் அவரும் தேகத்தை தந்திடுவான் பாதபலம் தால் என்றால் அவரும் பாதையை காட்டிடுவான் நல்ல பாதத்தை காட்டிடுவான் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சபரி பீடமை வந்திடுவான் சபரி அன்னையை பணிந்திடுவான் சரங்குத்தியாலும் கன்னிமார்களும் சரந்தினை போட்டு நடந்திடுவான் சபரிமலையில் என்று நினைச்சிடுவான் 18 படி மீதே ஏறிடுவான் கெதியென்றும் அவனை சரணடைவான் மணிமுகம் கண்டே வணங்கிடுவான் ஐயன ஸ்துதிக்கையிலே கண்ணையே மறந்திடுவான் பள்ளிக்கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம் பள்ளிக்கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா 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 ஐயப்பா
ഈ പാട്ട് പാടിയിട്ട് ഭൂമി വാങ്ങിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗംഭീരമായിട്ട് പാടും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കൂടാം ഒരു എപ്പിസോഡിലൂടെ. താങ്ക് യു. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കണ്ടു തീരാത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. സോ സ്റ്റേ ട്യൂൺ ടു ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് ബൈ.